കോൺഗ്രസിന്റെ എംപിമാർ കേരളത്തിൽ സ്വീകരിച്ച സമീപനം സംബന്ധിച്ച് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വയനാടിന്റെ കാര്യത്തിൽ ഒരു ഭാഗത്ത് മുതലക്കണ്ണീർ ഒഴുക്കുന്നു. പക്ഷെ അവർക്ക് കോൺഗ്രസിന്റെ എംപിമാർക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യം അവർ ചെയ്തിട്ടില്ല. ഇപ്പോൾ വയനാടിന്റെ എംപി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള എംപിമാർ എന്തുകൊണ്ടാണ് വയനാടിന് വേണ്ടിയിട്ട് ഒരു 5 പൈസ കൊടുക്കാൻ തയ്യാറാവാതിരുന്നത്? ഇടതുപക്ഷത്തിന്റെ എല്ലാ എംപിമാരും അവരെ കൊണ്ട് കഴിയാവുന്ന രൂപത്തിലുള്ള ഫണ്ട് അവിടെ അനുവദിച്ചു. പക്ഷെ കോൺഗ്രസ് എംപിമാർ ഫണ്ട് അനുവദിക്കാത്തത് കേരള വിരുദ്ധമായ സമീപനം തന്നെയാണ്. അപ്പൊ കേരള വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നതിൽ BJPയോട് മത്സരിക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ എംപിമാർ സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അത് ജനം തിരിച്ചറിയേണ്ടതുണ്ട്. അവര് വയനാടിന്റെ പേരിൽ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന മുതലക്കണ്ണീർ കയ്യോടെ പിടികൂടപ്പെട്ടു എന്നും ഇപ്പോ കാണുകയാണ്. രണ്ടുപേർ മാത്രമാണ് കൊടുത്തത്. UDF പ്രഖ്യാപിച്ച സഹായത്തിന് പണം കൊടുത്തത്. ബാക്കി എംപിമാർ പണം കൊടുത്തില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വാർത്ത. കോൺഗ്രസ് അല്ല, UDFലെ 2 എംപിമാർ. UDFലെ 2 എംപിമാർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അല്ല, അത് വയനാടിന്റെ എംപി കൊടുക്കണ്ടേ? സ്ഥലം എംപി കൊടുക്കണ്ടേ? എന്താ അതൊന്നും കാര്യമായ നിലയിൽ ചർച്ച ചെയ്യാത്തതാരും? അതെന്താ, എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല മാധ്യമങ്ങൾ? വയനാടിന്റെ എംപി വയനാടിന് വേണ്ടി പണം അനുവദിക്കാനുള്ള എല്ലാ നിയമവും ഉണ്ടായിട്ടും 5 പൈസ കൊടുത്തില്ല. എന്നിട്ട് സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ട് അവിടെ ആളുകളെ കൂട്ടി സമരം ചെയ്യാനും അവിടെയുള്ള MLAയും സംഘവും ശ്രമിക്കുകയാണ്. അപ്പൊ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, പുനരധിവാസ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ, അതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ വേണ്ടി വില കുറഞ്ഞ നിലയിലുള്ള ആരോപണങ്ങളുമായിട്ട് കോൺഗ്രസിന്റെ അവിടെയുള്ള MLA മുന്നോട്ട് വരുന്നു. അപ്പോ കോൺഗ്രസിന്റെ MLA സിദ്ദിഖ് ആദ്യം അവിടെ സമരം നടത്തേണ്ടത് ആ MP പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസ് മുമ്പിലാണ്. അപ്പൊ വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം, വയനാട്ടിലെ യൂത്ത് കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് സമരം നടത്താൻ ധൈര്യമുണ്ടോ, തയ്യാറുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഈ ആശാവർക്കർമാരുടെ സമരം അത് പൂർണ്ണമായും BJP സ്പോൺസർ ചെയ്ത് SUCI നടത്തിക്കൊടുക്കുന്ന ഒരു സമരമാണ്. ആ സമരത്തിന് ആശാവർക്കർമാരുടെ പിന്തുണയൊന്നുമില്ല. നാമമാത്രമായിട്ടുള്ള കുറച്ച് ആശാവർക്കർമാരെ മാത്രമാണ് അവിടെ സംഘടിപ്പിച്ചുള്ളത്. ആ സമരത്തിൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന സമീപനവും ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യണം. മാധ്യമങ്ങൾ പറയുന്നത് ഇടതുപക്ഷ മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ ആശാവർക്കർമാർക്ക് മിനിമം കൂലി കൊടുക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചു എന്നാണ്. എന്നാൽ ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രിക എന്താണ് എന്ന് അത് വളരെ കൃത്യമായിട്ട് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ്. ആ കാര്യമൊന്നും കൃത്യമായി വായിക്കാതെ കള്ളം പ്രചരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിനെ താഴെയിറക്കാൻ വേണ്ടി കോൺഗ്രസിന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ അവർ മുന്നോട്ട് വെക്കുന്ന സമരവും മുദ്രാവാക്യവുമെല്ലാം പരാജയപ്പെട്ടു പോയപ്പോൾ അവർ വളഞ്ഞ വഴിയിൽ ചില ആളുകളെ രംഗത്തിറക്കി നടത്തുന്ന സമര നാടകമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസും BJPയും SUCIയും ജമാഅത്തെ ഇസ്ലാമിയും ഇങ്ങനെയുള്ള കുറച്ച് സംഘടനകളാണ് ഇതിന് പിന്നിലുള്ളത്. ഇതൊന്നും കേരളത്തിൽ വിലപ്പോകുന്ന പ്രശ്നമില്ല. ഇവിടെ ആശാവർക്കർമാർക്ക് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണെന്നറിയാം. ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കാത്തത് ആരാണ് എന്ന ചോദ്യം ഇവിടെ ശക്തമായി ഉയർത്തണം. ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നാണ് DYFയുടെ അഭിപ്രായം. ആശാവർക്കർമാർക്ക് 25,000 രൂപ കൊടുക്കണം എന്ന അഭിപ്രായം DYFയ്ക്കുണ്ട്. രാജ്യത്തെ CATUവിനുണ്ട്. രാജ്യവ്യാപകമായി CATU ആ വിഷയം മുൻനിർത്തിയിട്ട് കേന്ദ്ര ഗവൺമെന്റിനെതിരായി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെതിരായി നടത്തേണ്ട യഥാർത്ഥ സമരത്തെ ഇവിടെ സംസ്ഥാന ഗവൺമെന്റിനെതിരായി തിരിച്ചുവിടുന്നത് എന്തിനു വേണ്ടിയാണ്? INTUC സമരത്തിലുണ്ടോ? എന്തുകൊണ്ട് INTUC സമരത്തിൽ നിൽക്കാത്തത്? എന്നാൽ BMS ഈ സമരത്തിൽ ഉണ്ടുതാൻ. അപ്പൊ BMS പിന്തുണക്കുന്ന സമരത്തെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിന്തുണക്കുകയാണ്. INTUC ആ സമരത്തെ പിന്തുണക്കുന്നില്ല. അപ്പൊ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ ആശാവർക്കർമാർ 26,125 ഉണ്ട്. ഇപ്പൊ അവിടെ സമരത്തിൽ പങ്കെടുക്കുന്ന ആശാവർക്കർമാർ എന്ന് പറഞ്ഞാൽ കേവലം 100-ൽ താഴെയായിരിക്കും. പിന്നെ കുറെ ആളുകൾ അതിന്റെ ഭാഗമായിട്ട് SUCയും മറ്റ് ആളുകളെല്ലാം കൊണ്ട് ഇറക്കുന്ന ആളുകളാണ്. അപ്പൊ ഇത് കേരളത്തിൽ ഒരു പ്രത്യേകതരം കൂട്ടുകെട്ട് രൂപപ്പെടുത്താൻ ആവശ്യമായ നീക്കമാണ് നടത്തുന്നത്. ഇത് കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ പിന്തുണയില്ലാത്ത ഒരു സമരമാണ്. ഇത് കൃത്യമായ പദ്ധതി അടിസ്ഥാനപ്പെടുത്തി നടത്തുന്ന
കാര്യമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്.